കോസ്മെറ്റിക് സർജറിക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തി ആരായിരിക്കണം? ഏജ്, ഹെൽത്ത്, എക്സ്പെക്ടേഷൻ ഇതിനൊക്കെ ഒരു വലിയ പങ്കുണ്ടോ? തീർച്ചയായിട്ടും വലിയ പങ്കുണ്ട്. കോസ്മെറ്റിക് സർജറി നമ്മൾ മെഡിക്കൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഒരാൾ ചെയ്യാറില്ല. ഹെൽത്തി ആയിരിക്കണം, റിസ്ക് ഫാക്ടേഴ്സ് കുറവായിരിക്കണം. ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോസ്മെറ്റിക് സർജറിയുടെ റിസ്ക് കൂടും. അങ്ങനെയുള്ളവരെ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതൊരു മെഡിക്കൽ ക്രൈറ്റീരിയ തീർച്ചയായിട്ടും ഉണ്ട്. യങ് വേണമെന്നില്ല, അതായത് പ്രായം ഒരു 15 തൊട്ട് 80-90 വരെ ആയാലും കുഴപ്പമില്ല. പക്ഷെ മെഡിക്കൽ സ്റ്റേറ്റസ് ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അണ്ടർ കൺട്രോൾ ആയിരിക്കണം. ഇപ്പോൾ ഷുഗറോ BP ഉള്ളവരും കോസ്മെറ്റിക് സർജറി ചെയ്യാം, പക്ഷെ അത് വെൽ കൺട്രോൾഡ് ആണെങ്കിൽ കുഴപ്പമില്ല. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ ഈ എന്തിനാണ് കോസ്മെറ്റിക് സർജറി ചെയ്യാൻ വരുന്നത് എന്നുള്ളതൊരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഈ ഓപ്പറേഷനുകളെ കുറിച്ചൊരു അവയർനെസ് ഉള്ളവരാണെങ്കിൽ നന്നായിരിക്കും. എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതും അതിനുള്ള കാരണങ്ങൾ ശരിയായ രീതിയിലുള്ള കാരണങ്ങളാണെങ്കിൽ നല്ലതാണ്. ഇത് ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇന്ന വ്യത്യാസം കിട്ടുന്നതുകൊണ്ട് ഇന്ന ബെനിഫിറ്റ് ആണെന്നുള്ളത് മനസ്സിൽ ഒരു നല്ല ധാരണയുള്ള ആളാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഓപ്പറേഷൻ ആണെന്നുള്ളൊരു ധാരണ, ഓപ്പറേഷൻ കൊണ്ട് വരാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ധാരണ, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിനെക്കുറിച്ചൊരു ധാരണ, അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഡോക്ടറിൽ ഒരു നല്ല ട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കോസ്മെറ്റിക് സർജറിക്ക് വരുന്ന ഔട്ട്കംസും നല്ലതാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്.